തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊന്നാകെ വോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ മഹാഭൂരിപക്ഷത്തിന് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് 5 കൊല്ലം ഈ നാടിനു വേണ്ടി സമർപ്പിതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ പര്യവസാനം ഇന്ന് നല്ലപോലെ നിർവഹിക്കപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൽപ്പറ്റയിൽ കൂകി തോൽപ്പിക്കാനും കള്ളം പറഞ്ഞു തോൽപ്പിക്കാനും സാധിക്കില്ല എന്ന് കൽപ്പറ്റയിലെ ജനം വിധി എഴുതുന്ന ഒരു ദിവസമാണിത്. അത് ജനാധിപത്യത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമായിരിക്കും. കേരളത്തിലെ ഒരു കറക്റ്റ് UDF വേവ് നിലനിൽക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആളുകളുടെ ബോഡി ലാംഗ്വേജും ആളുകളുടെ ഫേസും ആളുകളുടെ റിയാക്ഷൻസും ഒരു കറക്റ്റ് വേവാണ്. അല്ലെങ്കിൽ അവർ സൈലൻ്റ് ആയിരിക്കും. ഇത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക്കാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 കടക്കുമെന്നാണ്. 100 കടക്കും. 100 കടന്ന് UDFൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ വയനാട്ടിൻ്റെ 3 ഇരിപ്പിടങ്ങളിൽ നിന്ന് 3 UDF MLA മാരുണ്ടാകും. കൽപ്പറ്റയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിന് UDFൻ്റെ പ്രവർത്തകർ ആത്മവിശ്വാസത്തിലാണ്, UDF നേതൃത്വം ആത്മവിശ്വാസത്തിലാണ്, ജനങ്ങളും ആത്മവിശ്വാസത്തിലാണ്. വളരെ നല്ല വിജയം, ആധികാരികമായ വിജയം ഇവിടെയുണ്ടാവും. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ശരി, പ്രതികരണമാണ് ഉണ്ടായത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. പിണറായിലെ RC അമല ബേസിക് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിനിടയിൽ നേമത്തെ വോട്ട് രേഖപ്പെടുത്താനെത്തിയ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ കോട്ടിൽ ഒരു താമര ചിഹ്നം കുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വോട്ടർ അത് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് അദ്ദേഹം അത് നീക്കം ചെയ്യുകയും ചെയ്തു. ശേഷം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും.